7 മാസക്കാലം തട്ടിയെടുത്തത് 81,64,049 രൂപ. വിറ്റുവരവായി കിട്ടിയ തുക ബാങ്കിനടയ്ക്കാൻ വിശ്വസിച്ച് ഏൽപ്പിച്ചവരെ കൂടിയാണ് 23-കാരൻ കബളിപ്പിച്ചത്. കൂടൽ SBI ശാഖയിലേക്ക് അടയ്ക്കാൻ കൊടുത്തുവിട്ട തുകയിൽ ഒരു നിശ്ചിത ശതമാനം ദിവസവും മുക്കി. കൊടുത്തുവിട്ട പണം ബാങ്കിൽ എത്തുന്നുണ്ടോ എന്ന് ആവർത്തിച്ചുറപ്പാക്കുന്നതിൽ ഉയർന്ന ഉദ്യോഗസ്ഥർ വരുത്തിയ വീഴ്ചയും ഇവിടെ പ്രതിക്ക് ഗുണമാവുകയായിരുന്നു. പെയിൻ സ്ലിപ്പ് കൗണ്ടർ ഫോയിലിൽ തിരുത്തൽ വരുത്തി ഔട്ട്ലെറ്റ് മാനേജരെയും വിദഗ്ധമായി വഞ്ചിക്കുകയായിരുന്നു. ലക്ഷക്കണക്കിന് രൂപ ദിവസവും കൈകാര്യം ചെയ്യുന്ന ആളായി മാറിയതിൽ നിന്നാണ് തട്ടിപ്പിന്റെ തുടക്കം. ആദ്യം അപഹരിച്ചത് ചെറിയ തുക. കൗണ്ടർ ഫോയിലിൽ തിരുത്തൽ വരുത്തി ഇത് മറയ്ക്കാൻ നടത്തിയ നീക്കം വിജയിച്ചതോടെ നടപടി ആവർത്തിച്ചു. 2023 ജൂണിൽ തുടങ്ങിയ തട്ടിപ്പ് ഇക്കഴിഞ്ഞ ഡിസംബർ 28 വരെയാണ് തുടർന്നത്. ഓൺലൈൻ ചൂതാട്ടത്തിന്റെ ആരംഭഘട്ടത്തിൽ അരവിന്ദിന് 15 ലക്ഷം രൂപയുടെ നേട്ടമാണ് ഉണ്ടായത്. കൂടുതൽ പണം സമ്പാദിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് 81.6 ലക്ഷം രൂപയുടെ തട്ടിപ്പിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. വസ്തു വാങ്ങുന്നതിനോ വാഹനം വാങ്ങുന്നതിനോ ശ്രമമൊന്നും ഉണ്ടായില്ല. പകരം പണമെല്ലാം ചൂതാട്ടത്തിനായി വിനിയോഗിക്കുകയായിരുന്നു. കമ്പ്യൂട്ടർ അധിഷ്ഠിത ചൂതാട്ടത്തിൽ തുടക്കക്കാർക്ക് നേട്ടം ഉറപ്പാണ്. കളിയിൽ ആളെ ഉറപ്പിക്കുന്ന തന്ത്രത്തിലാണ് അരവിന്ദും വീണത്. യശ്വന്ത്പൂർ സ്വദേശികളായ 2 പേരുടെ അക്കൗണ്ടിലേക്കാണ് പണം പോയിട്ടുള്ളത്. ഇരുവരും ഓൺലൈൻ ചൂതാട്ട ഇടപാട് നടത്തുന്നവരാണെന്നാണ് പോലീസ് നിഗമനം. ഈ അക്കൗണ്ടുകളിലേക്ക് പോയിട്ടുള്ള പണത്തിന്റെ വിശദാംശങ്ങൾ പൂർണ്ണമായും ശേഖരിക്കാനായിട്ടുണ്ട്. ചൂതാട്ടത്തിന് ലൈസൻസ് ഉണ്ടോ എന്നതടക്കം പരിശോധിച്ചു വരികയാണ്. ഗ്രാമീൺ ബാങ്കിനടക്കം 2 ഇടങ്ങളിലാണ് പ്രതി അരവിന്ദിന് സമ്പാദ്യമുണ്ടായിരുന്നത്. ഗ്രാമീൺ ബാങ്ക് അക്കൗണ്ടിൽ 22 ലക്ഷം രൂപ, ദേശസാൽകൃത ബാങ്കിന്റെ അക്കൗണ്ടിൽ 1/2 ലക്ഷമായിരുന്നു ബാക്കി. അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ പോലീസ് ഈ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരുന്നു. ബാഹ്യ ഇടപെടലുകളോ സഹായങ്ങളോ അരവിന്ദിന് ലഭിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഇതുവരെയുള്ള അന്വേഷണത്തിലെ കണ്ടെത്തൽ. തട്ടിപ്പ് പുറത്തായതോടെ മുങ്ങിയ പ്രതി ദിവസങ്ങൾക്ക് മുൻപ് കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു. അച്ഛന്റെ മരണത്തെ തുടർന്ന് ആശ്രിത നിയമനം വഴിയാണ് ബിവറേജസ് കോർപ്പറേഷന്റെ കൂടൽ ഔട്ട്ലെറ്റിൽ അരവിന്ദ് ജോലിയിൽ പ്രവേശിക്കുന്നത്. അധികനാൾ കഴിയും മുൻപ് തന്നെ തട്ടിപ്പിന് ആരംഭമായി. 7-ാം മാസത്തിൽ ഓഡിറ്റിംഗ് വിഭാഗമാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. ക്യാമറമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം സിക്കി അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.